അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്ന് കാശ് കൊടുത്തൊന്നും മേടിച്ചില്ല കേട്ടോ. ഇത് നമ്മുടെ ക്യാമറമാൻ പിടിച്ചുകൊണ്ട് വന്ന 2, 3, 5, 6 മീനുണ്ടായിട്ടാ. 5, 6 മീനാണ്. പിന്നെ ഇത് അവിയലാണ്. ഇതിൽ അച്ചിങ്ങയും പച്ചക്കയും എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നുണ്ടാ. ബാക്കി ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ കോവക്ക ഇത് പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണ ഒരു 5, 6 ചെറിയ മീനുണ്ട്. ഞാനത് വെട്ടി നീറ്റാക്കണയാണ്. ഇത് നമുക്ക് വിനാഗിരി ഇട്ട് തിളപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ നുറുക്കി കഴിഞ്ഞിട്ടാ. പച്ചക്കായും എടുത്ത് 3-4 എണ്ണം. പച്ചക്കായും ക്യാരറ്റും കോവക്കായും ഉരുളൻകിഴങ്ങ് 4 കൂട്ടമേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ചിങ്ങയുണ്ട് 5 കൂട്ടമുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറി സ്പെഷ്യൽ ഒരു തട്ടിക്കൂട്ട അവിയലാണ് കേട്ടോ. പച്ചക്കറി അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ പച്ചക്കറി ഒരു ഇത്തിരി അവിടെ ഇവിടെയൊക്കെ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൂടി എടുത്തു. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ തുള്ളി മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, കോവക്ക, പിന്നെ എൻ്റെ വാഴത്തോട്ടത്തിലുണ്ടായ ഒരു വാഴക്കൊലയുടെ ഒരു ചെറിയൊരു പടല ഞാൻ ഇട്ടിട്ടുണ്ട്. കർപ്പൂരവല്ലി വാഴയുടെ ചെറിയ പടല കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അച്ചിങ്ങ കുറച്ചുണ്ടായി വീട്ടിൽ, അച്ചിങ്ങ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒരു തട്ടിക്കൂട്ട് അവിയൽ റെഡി ആവട്ടെ. അപ്പം നമ്മുടെ അവിയൽ നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടാ. ഉപ്പും പുളിയൊക്കെ പാവമാണ്, ഇത്ര മതി. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം തേങ്ങ, ചെറിയ മുറി തേങ്ങ പീരയാണ്. അപ്പോൾ അല്പം ചെറുജീരകം ഇട്ട് ക്രഷ് ചെയ്തതാണ്. അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് അവിയൽ റെഡിയായി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ, 5-6 പൊരിക്കേണ്ട കേട്ടോ. ചെറിയ ടൈപ്പ് കരിമീൻ തിളപ്പിക്കാൻ പോവാണ് വിനാഗിരി ഇട്ട്. അപ്പോൾ ഏറ്റവും കറിവേപ്പിലയാണ്, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുക്കാം. അപ്പോൾ ചുമന്നുള്ളി ഒരല്പം ഉണ്ടായല്ലോ കേട്ടോ. അപ്പോൾ ചെറിയൊരു സവാളയും കൂടി എടുത്ത്, ഉള്ളിയിലൊന്നും മതി കറി വെക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ചെറിയ സവാള ഇട്ടു, ഉള്ള ടേസ്റ്റ് മതി. ഒരല്പം ഇട്ട് കൊടുക്കാം. വടട്ട
അപ്പം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വാടി എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഒരല്പം വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പുളിക്ക് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ചാറൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. ഇതാണ് മീൻ. ഒരു 2 എണ്ണം ഒരുവിധം വലുതാണ്, ബാക്കി ഒരു 3-4 എണ്ണം ചെറുതുമാണ്. അപ്പോൾ കാശ് കൊടുത്ത് മേടിക്കാതെ കറി റെഡി ആയിട്ടാ. ഇതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 200 രൂപയെങ്കിലും കൊടുക്കണം. നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ ഒരു 10 മിനിറ്റ്. അതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി നോക്കാം. തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടാ. കരിമീനധികം വേവില്ല. തീ ഓഫ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ സ്പെഷ്യൽ റെഡിയായി. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഒരെണ്ണം നല്ല വലുതായിരുന്നു കേട്ടോ. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ക്യാമറാമാന് കൊടുക്കാം. പിന്നെയൊക്കെ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറുത് ഞാനെടുത്ത്. അതിൻ്റെ ചാറാണ് കേട്ടോ അടിപൊളി. അല്പം ചാറ് ചോറിൽ വെക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ തട്ടിക്കോട്ട് അവിയലാണ്, അതെടുക്കുക അല്പം. അപ്പോൾ ഈ അവിയലിന് ആദ്യം ഒന്ന് കഴിക്കട്ടെ കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നല്ലോ. ടേസ്റ്റ് ഉണ്ട്. ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിയുമ്പോൾ നോക്കട്ടെ. പൊളിയാണ് പൊളി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. കാശ് കൊടുക്കാത്ത സ്പെഷ്യലാണ് മീൻ തിളപ്പിച്ചതും അവിയലും. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ബൈ.